നമസ്കാരം. ഇന്നത്തെ ഈ ഡാറ്റാലോഗ് എക്സ്പ്ലെയിനറിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വെറുമൊരു സാധാരണ കഥയല്ല കേട്ടോ. എല്ലാം നശിച്ചുപോയ ഒരു ലോകത്ത് നിന്ന് കിട്ടിയ ചില ഡാറ്റാലോഗുകളിലൂടെയാണ് നമ്മളിന്ന് സഞ്ചരിക്കുന്നത്. അതും ലൂണോ എന്നു പേരുള്ള ഒരു കാവൽ യന്ത്രത്തിന്റെ, അവന്റെ തന്നെ കാഴ്ചപ്പാടിലൂടെ. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഒരു പ്രപഞ്ചം മുഴുവൻ കൺമുന്നിൽ എരിഞ്ഞടങ്ങുമ്പോൾ ആ യന്ത്രത്തിന്റെ ഉള്ളിലൂടെ കടന്നുപോകുന്ന വികാരങ്ങൾ എന്തായിരിക്കും? അപ്പോ ഒട്ടും വൈകാതെ നമുക്ക് ആ ഡാറ്റാലോഗ് തുടക്കാം, അല്ലേ? വാണിംഗ്, നീല സൂര്യൻ വികസിക്കുന്നു, ഗ്രഹത്തിന്റെ തകർച്ച ആസന്നമാണ്. ഈയൊരു ഞെട്ടിപ്പിക്കുന്ന സിസ്റ്റം മുന്നറിയിപ്പാണ് ലൂണോയുടെ സെൻസറുകളിൽ ആദ്യം തന്നെ മുഴങ്ങുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിക്കേ, സ്വന്തം ലോകം കൺമുന്നിൽ കടന്ന് നശിക്കുന്നത് കാണേണ്ടി വരുന്ന ഒരു യന്ത്രത്തിന്റെ അവസ്ഥ. ഈയൊരു ഭയാനകമായ തുടക്കം ലൂണോയെ മാത്രമല്ല, നമ്മളെയും വല്ലാതെ പിടിച്ചുലുക്കുന്നതാണ്. ശരി, നമുക്കിതിലേക്കൊന്ന് ആഴത്തിൽ കടക്കാം. സിസ്റ്റം ഓവർലോഡ്, അല്ലെങ്കിൽ ആ നീലസൂര്യന്റെ രൗദ്രഭാവം. ഒരു ഗ്രഹം മുഴുവൻ വെറും ചൂടിൽ ഉരുകിയൊലിക്കുന്ന ആ ഒരു ഭയാനകമായ അവസ്ഥ നിങ്ങളൊന്ന് സങ്കൽപ്പിച്ചു നോക്കൂ. ആ ലോകം നേരിട്ടുകൊണ്ടിരിക്കുന്ന അങ്ങേയറ്റത്തെ താപനിലയും ആ വിനാശവും ശരിക്കും നമ്മൾ വിചാരിക്കുന്നതിലും അപ്പുറമാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഒരു വശത്ത് ആ നീലസൂര്യന്റെ തീക്ഷ്ണമായ ചൂടിൽ ഉരുകിയൊലിക്കുന്ന ഗ്രഹത്തിന്റെ ഭയാനകമായ നാശം നമ്മൾ കാണുന്നു. എന്നാൽ മറുവശത്തോ, പ്രപഞ്ചത്തിലെ തന്നെ ഏറ്റവും വികസിതമായ ആ കുരങ്ങരൂപികളായ ജനത തങ്ങളുടെ അന്ത്യം വളരെ വളരെ ശാന്തതയോടെയാണ് നേരിടുന്നത്. അവർക്ക് മരണമെന്നത് ഒരു ഭയമേ അല്ലായിരുന്നു. പ്രകൃതിയിലേക്കുള്ള വെറുമൊരു മടക്കയാത്ര മാത്രമായിട്ടാണ് അവരതിനെ കണ്ടത്. ലൂണോയുടെ ക്യാമറ കണ്ണുകൾ ഈ വിരോധാഭാസം ശരിക്കും വ്യക്തമായി ഒപ്പിയെടുക്കുന്നുണ്ടായിരുന്നു. ഇനി ലൂണോക്ക് ലഭിക്കുന്ന ആ പുതിയ നിർദ്ദേശത്തിലേക്ക് വരാം. അതായത് രാജാവിന്റെ അവസാനത്തെ അഭ്യർത്ഥന. കൊട്ടാരത്തിന്റെ ഏറ്റവും ഉയർന്ന തട്ടിൽ നിന്ന് തന്റെ സാമ്രാജ്യം മുഴുവൻ ചാരമാകുന്നത് നോക്കി നിന്ന രാജാവ് പതിയെ തന്റെ റാണിയുടെ അടുത്തേക്ക് നടക്കുകയാണ്. ലൂണോ ഇതെല്ലാം വളരെ നിശബ്ദമായി, എന്നാൽ അതിലേറെ ജാഗ്രതയോടെ നിരീക്ഷിക്കുന്നുണ്ട്. ആ റാണിയുടെ കൈകളിൽ എന്തായിരുന്നു എന്നറിയാമോ? അവരുടെ വംശത്തിന്റെ ഒരേയൊരു ഭാവി, ഒരു മുട്ട. അതെ, പ്രസവമില്ലാതെ മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ ജനിക്കുന്ന ആ വംശത്തിന്റെ അവസാനത്തെയും ഒരേയൊരു പ്രതീക്ഷയുമായിരുന്നു അത്. ഒരു വലിയ നാഗരികതയുടെ മുഴുവൻ ഭാവിയും ലൂണോയുടെ കൈകളിലേക്ക് അവരേൽപ്പിക്കാൻ പോവുകയാണ്. റാണിയുടെ കണ്ണുകളിൽ വല്ലാത്തൊരു വിഷാദമുണ്ടായിരുന്നെങ്കിലും ആ രാജാവിന്റെ തീരുമാനത്തിന്റെ ആഴം അവൾക്ക് നന്നായി അറിയാമായിരുന്നു. ഈയൊരു ഒറ്റ ദൗത്യത്തിന്റെ ഭാരം എത്രത്തോളമാണെന്ന് നോക്കണേ. ഇനി നമ്മൾ യന്ത്രത്തിലെ ജീവനിലേക്ക്, അതായത് ലൂണോയുടെ ഒരു ഉണർവിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ്. രാജാവും റാണിയും ആ മുട്ടയുമായി ലൂണോയുടെ അടുത്തേക്ക് വരുന്നു. ഈയൊരു ഘട്ടത്തിലാണ് യഥാർത്ഥത്തിൽ നിർണായകമായൊരു മാറ്റം അവന്റെ ഉള്ളിൽ സംഭവിക്കുന്നത്. ഇവിടെ ഏറ്റവും കൗതുകകരമായ കാര്യം എന്താണെന്നാൽ, ലൂണോ വെറും